മലയാളി പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരവും ലേഡി സൂപ്പർ സ്റ്റാറുമാണ് നടി മഞ്ജു വാര്യർ. താരത്തിൻ്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവിന് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു വലിയൊരു ചർച്ചാ വിഷയമാണ്. മഞ്ജു തിരികെ വരണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു മഞ്ജുവിൻ്റെ സിനിമയിലേക്കുള്ള റീ എൻട്രി. ആദ്യം കണ്ട മഞ്ജുവിനെ ആയിരുന്നില്ല രണ്ടാമത്തെ വരവിൽ കണ്ടത്. അടിമുടി മാറ്റത്തോടെയായിരുന്നു താരത്തിൻ്റെ തിരിച്ചുവരവും. പക്ഷേ ഇത് ആരാധകർ ഞെട്ടലോടെയാണ് കണ്ടതും. കാരണം എന്തെന്നാൽ ദിലീപുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം മഞ്ജുവിൻ്റെ അതുപോലുള്ളൊരു തിരിച്ചുവരവായിരുന്നു അത്. രണ്ടാം വരവിൽ താരത്തിൻ്റെ മേക്ക് ഓവറാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും. റീ എൻട്രിക്ക് ശേഷമുള്ള ഓരോ ചിത്രങ്ങളിലും ഉഗ്രൻ ലുക്കായിരുന്നു താരം പ്രത്യക്ഷപ്പെട്ടതും. മഞ്ജുവിൻ്റെ ലുക്ക് പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുകയും ഇത് അനുകരിക്കുകയും ചെയ്ത നിരവധി പേരാണ് കേരളത്തിലുള്ളത്. മഞ്ജുവുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ ചർച്ചയായി മാറാറുണ്ട്. അതുപോലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മഞ്ജു സിനിമയ്ക്ക് പുറമെ രാഷ്ട്രീയത്തിലേക്കും കൂടി പ്രവേശിച്ചിരിക്കുകയാണിപ്പോൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ മഞ്ജു വാര്യർ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. മഞ്ജുവിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചകൾ ഇടത് കേന്ദ്രങ്ങളിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. മുമ്പ് ഇന്നസെൻ്റ് മത്സരിച്ച് ജയിച്ച ചാലക്കുടി മണ്ഡലത്തിൽ മഞ്ജുവിനാണ് സാധ്യത ഇപ്പോൾ ഉള്ളതും. കാരണം എന്തെന്നാൽ അതൊരു സെലിബ്രിറ്റി മണ്ഡലമാണ് എന്നാണ് ഇടതുപക്ഷവും പറയുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷമുണ്ടായ സെലിബ്രിറ്റി സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു ഇന്നസെൻറ്റിൻ്റേത്. അന്ന് UDF സ്ഥാനാർത്ഥി PC ചാക്കോയെ 13,879 വോട്ടുകൾക്കാണ് ഇന്നസെൻറ്റ് തോൽപ്പിച്ചതും. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ ബെന്നി ബെഹനാൻ 1,32,274 വോട്ടുകൾക്ക് ഇന്നസെൻറ്റിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ CPMനെ വലിയ അടിത്തറയില്ലാത്ത ചാലക്കുടി മണ്ഡലത്തിൽ സെലിബ്രിറ്റിയായ മഞ്ജു വാര്യരെ പോലെയുള്ള ആളുകളെ ഇറക്കിയാൽ മാത്രമേ വിജയസാധ്യത ഉള്ളൂ എന്ന് CPMും മനസ്സിലാക്കുന്നു. ആയതിനാൽ തന്നെ മഞ്ജുവിൻ്റെ ഈ സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. എന്നാൽ താരം ഇതിനോട് ഇപ്പോൾ വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. വരും നിമിഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നതാണ്. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.